കിഴക്കൻ ലെബനനിലെ ബാൽബെക്കിലെ ജിൻഡ പട്ടണത്തെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിനെതിരെ പ്രതികാര നടപടിയുമായി ഹിസ്ബുള്ള. ഇസ്രായേൽ പീരങ്കി കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി മിസൈലുകൾ വിക്ഷേപിച്ചാണ് ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണം. അധിനിവേശ സിറിയൻ ഗോലാൻ കുന്നുകളിലെ അൽ സൗറയിലെ ഇസ്രായേൽ പീരങ്കി കേന്ദ്രങ്ങളിൽ ഡസൻ കണക്കിന് കത്യുഷ റോക്കറ്റുകൾ ഉപയോഗിച്ച് പോരാളികൾ ബോംബെറിഞ്ഞതായി ഹിസ്ബുള്ള അറിയിച്ചു. ഇക്കാര്യം സിൻഹുവ വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തത്. ലെബനൻ ഭാഗത്ത് നിന്ന് ഇസ്രായേലിലേക്ക് 30 ഉപരിതല മിസൈലുകൾ വിക്ഷേപിക്കുന്നത് ലെബനീസ് സൈന്യം നിരീക്ഷിച്ചുവെന്നും അവയിൽ ചിലത് ഇസ്രായേലി അയൺ ഡോം മിസൈലുകൾ തടഞ്ഞതായും ലെബനൻ സൈനിക വൃത്തങ്ങൾ സിൻഹുവയോട് പറഞ്ഞു. തെക്കൻ ലെബനന്റെ കിഴക്കൻ ഭാഗത്തുള്ള ടൈർ ഹർഫ, കാഫർ കില, മർക്കബ എന്നീ ഗ്രാമങ്ങൾ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ സൈന്യം ലക്ഷ്യമിടുകയാണ്. കൂടാതെ ലെബനനിലെ 11 പട്ടണങ്ങളും ഗ്രാമങ്ങളും 45 പീരങ്കി ഷെല്ലുകൾ ഉപയോഗിച്ച് ഇസ്രായേൽ ആക്രമിക്കുകയും ചെയ്തു. ഒക്ടോബർ 7-ന് ഇസ്രായേലിനെതിരായ ഹമാസിന്റെ ആക്രമണത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിച്ചതിനെ തുടർന്ന് 2023 ഒക്ടോബർ 8 മുതലാണ് ലെബനൻ ഇസ്രായേൽ അതിർത്തിയിലെ പിരിമുറുക്കം രൂക്ഷമായത്. അതേസമയം ഫലസ്തീനിൽ കൂടുതൽ ക്രൂരമായ ആക്രമണത്തിനൊരുങ്ങുകയാണെന്ന സൂചന നൽകി എല്ലാവരോടും ഗസ വിടാനുള്ള ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം. ഗസ സിറ്റിയിലെ UN കേന്ദ്രം ബോംബിട്ട് തകർത്തതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ ഭീഷണി. ദാറുൽ ബലാഹിലെയും അസവൈദയിലെയും ക്യാമ്പുകളിലേക്ക് സാധാരണക്കാരെ ഒഴിപ്പിക്കാൻ സുരക്ഷിതമായ ഇടനാഴികൾ തുറന്നിട്ടുണ്ടെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു. താരിഖ് ബിൻ സിയാദ്, ഉമർ മുക്തർ എന്നീ തെരുവുകളും പടിഞ്ഞാറ് അൽ റാഷിദ് സ്ട്രീറ്റിലേക്കും അവിടെ നിന്ന് തെക്കോട്ടേക്കും കടക്കാനുള്ള സുരക്ഷിത ഇടനാഴികളുണ്ടെന്ന് ഇസ്രായേൽ വിതരണം ചെയ്ത ലഘുലേഖകളിൽ പറയുന്നു. എന്നാൽ സുരക്ഷിത പ്രദേശമെന്ന് അവകാശപ്പെട്ടിരുന്ന പ്രദേശങ്ങൾ നേരത്തെയും പലതവണ ഇസ്രായേൽ ആക്രമിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി മിസൈൽ വർഷമുണ്ടായ ഖാൻ യൂനിസിൽ നിന്ന് കൂട്ടപ്പലായനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഗസയിൽ എവിടെയും സുരക്ഷിതത്വമില്ലാത്തതിനാൽ തങ്ങൾ എവിടേക്ക് പോകുമെന്നാണ് ഫലസ്തീനികൾ ചോദിക്കുന്നത്. ഖാൻ യൂനിസിൽ കഴിഞ്ഞ ദിവസം അഭയാർത്ഥി ക്യാമ്പായി പ്രവർത്തിച്ചു വരികയായിരുന്ന 4 സ്കൂളുകൾ സയനിസ്റ്റുകൾ ബോംബിട്ട് തകർത്തിരുന്നു. മധ്യ ഗസയിൽ ചൊവ്വാഴ്ച രാത്രിയിൽ ഉടനീളം നടത്തിയ ആക്രമണത്തിൽ 6 കുട്ടികളടക്കം 8 പേർ കൊല്ലപ്പെട്ടു. ഇവിടുത്തെ ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു ബോംബ് വർഷം. ഡസൻ കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. മധ്യ റഫയിലെ ഇബ്ന ഷബുറ അഭയാർത്ഥി ക്യാമ്പുകളെയും ഇസ്രായേൽ ആക്രമിച്ചു. പടിഞ്ഞാറൻ റഫയിലെ തലാലുൽ സുൽത്താൻ പ്രദേശത്തും മിസൈൽ വർഷിച്ചു. ഖാൻ യൂനിസിലുണ്ടായ അഗ്നിബാധയിൽ 3 പേരും മരിച്ചു. 24 മണിക്കൂറിനുള്ളിൽ 52 പേരാണ് കൊല്ലപ്പെട്ടത്. 208 പേർക്ക് പരിക്കേറ്റു. ഒക്ടോബർ 7-ന് തുടങ്ങിയ ആക്രമണം 278 ദിവസം പിന്നിട്ടതോടെ ഇതുവരെ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം 38,295 88,241 പേർക്ക് പരിക്കേറ്റു. സ്കൂളുകൾ ബോംബിട്ട് തകർത്ത ഇസ്രായേൽ നടപടി അപലപനീയമാണെന്നും അത് അംഗീകരിക്കാനാകില്ലെന്നും ഫ്രാൻസ് വിശദമാക്കി.